പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. നാടകശാലയാണ്, ഇന്ദ്രന്റെ നാടകശാല. സുന്ദരികളായ പെണ്ണുങ്ങളെ മാത്രം കയറ്റി. അപ്പോഴാണ് സൂര്യന്റെ തേരാളിയായ അരുണൻ ഈ നാടകം കാണുമെന്ന് തോന്നിയത്. അപ്പൊ ഇയാൾ വന്നിട്ട് കിളിവാതിലൂടെ ഒക്കെ നോക്കി, ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇയാൾ കയറ്റാൻ നോക്കിയപ്പോ പോടാ ഇവിടെ കേട്ടില്ല എന്നാര് പറഞ്ഞു? ദേവേന്ദ്രൻ പറഞ്ഞു. ഇയാൾ അതിസുന്ദരിയായ അപ്സരസായി മാറി. ആര്? വരുണൻ. ഇയാളെ കണ്ടപ്പോൾ, ഈ അപ്സരസിനെ കണ്ടപ്പോൾ ബാക്കി എല്ലാ സ്ത്രീകളെയും പുറത്താക്കി. ആര്? ദേവേന്ദ്രൻ. അതിലുണ്ടായ കുട്ടിയുടെ പേരാണ് ബാലി. മനസ്സിലായല്ലോ? അന്ന് 10 മിനിറ്റ് ലേറ്റായി സൂര്യൻ എത്തിക്കാം. അപ്പൊ സൂര്യൻ ചോദിച്ചു, നീ എവിടെ പോയി? അപ്പൊ ഞാനിങ്ങനെ ആ രൂപം എനിക്കൊന്ന് കാണണല്ലോ. കണ്ടു. അതിലുണ്ടായ കുട്ടിയുടെ പേരാണ് സുഗ്രീവൻ. എങ്ങനെ മക്കളുണ്ടാവാൻ പാടില്ലയോ അങ്ങനെ ഉണ്ടായി. നമ്മൾ ഹിന്ദുക്കൾ പഠിക്കേണ്ട 16 കാര്യങ്ങളുണ്ട്. പിന്നെ പറയാം. ഷോഡശ സംസ്കാരം എന്നാണ് അതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ ഒരു ഹിന്ദു അറിഞ്ഞിരിക്കേണ്ട 16 കാര്യമുണ്ട്. ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം, തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് എടുക്കേണ്ട പ്രതിജ്ഞ എന്ത്, 1-ാം മാസം എന്ത് ചെയ്യണം, 2-ാം മാസം എന്ത് ചെയ്യണം, 6-ാം മാസം എന്ത് ചെയ്യണം, നെയ്കുട്ടി എപ്പം ഭക്ഷണം കഴിക്കണം, പ്രസവിച്ചു ഇവിടെ കുഞ്ഞിനെ ആരാണ് ആദ്യം സ്വീകരിക്കേണ്ടത്, എന്താണ് നാമകരണം, എന്താണ് നിഷ്ക്രമണം, എന്താണ് അന്നപ്രാശം, എന്താണ് ബർത്ത്ഡേ, എപ്പോഴാണ് ചൂടാകർമ്മം, മുടി മുറിച്ച് കളയേണ്ടത്, മുടി പഠിച്ചു കളയേണ്ടത് എപ്പോഴാണ് വിദ്യാരംഭം, എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്, എത്ര ശ്രേഷ്ഠമായിട്ട് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണല്ലോ സൂപ്പറായിരിക്കും മക്കളൊക്കെ. ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മക്കളെ പോത്തേന്ന്. രാവിലെ 6 മണിക്ക് കുട്ടി എണീക്കണം. 6 മണിക്ക് വിളിച്ചപ്പോൾ കുട്ടി എണീറ്റില്ല. 6:15 അമ്മ അടുക്കളയിൽ പോയി, ചൂടായി വന്നു, വീണ്ടും വിളിച്ചു എണീറ്റില്ല. 6:30 ആയപ്പോൾ നിങ്ങളൊക്കെ വളരെ ഡീസന്റ് പാർട്ടീസാണ്. ഞങ്ങളുടെ നാട്ടിലെ ചില അമ്മമാര് കുട്ടികളെ വിളിക്കും. എന്താ വിളിക്കുക? പോത്തുപോലെ കിടന്നുറങ്ങാൻ എണീറ്റ് പോടാ, പോത്തേന്നിട്ട് എണീക്കും ചെയ്യും. പക്ഷെ കുട്ടി ആരായിരുന്നു? അതൊക്കെ പോത്തായി തീരും. അമ്മ രാമനെ വിളിച്ചത് പോത്തെന്നാണല്ലോ. പക്ഷെ കാട്ടിൽ ഉറങ്ങിപ്പോയ രാമനെ വിശ്വാമിത്ര മഹർഷി എങ്ങനെയാണ് വിളിച്ചത്? പോത്തെന്ന. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡ ധ്വജ. കേട്ടിട്ടില്ലേ വെങ്കടേശ്വര സുപ്രഭാതം? കൗസല്യ സുപ്രജ രാമ, കൗസല്യയുടെ നല്ല മകനായ രാമ, പൂർവ സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി, ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ, നരശാർദൂല നരന്മാരിൽ ശ്രേഷ്ഠനായവരെ. എന്തിനായി എണീക്കുന്നത്? കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നും മോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തേ എണീക്കൂ എന്ന് പറയുന്നത് ഒരുപോലെയാണോ മോനെ? അപ്പോൾ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ, ചെയ്യേണ്ട 18 കാര്യങ്ങൾ പിന്നെ പറയും. ഇപ്പൊ സമയം. അങ്ങനെ ഈ മക്കൾ കലഹിച്ചു, ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ. ആ സമയത്താണ് ഹനുമാൻ സ്വാമി, ഹനുമാൻ ആരെ കാണുന്നു? രാമലക്ഷ്മണന്മാരെ കാണുന്നു. ഭക്തിയുടെയും നൈർമല്യത്തിന്റെയും സത്യസന്ധതയുടെയും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഹനുമാൻ. അതുകൊണ്ട് ബാലി ചിലപ്പോൾ ഹനുമാനേക്കാൾ ശക്തനാണ്. പക്ഷെ ബാലിക്കും സുഗ്രീവനോട് നമ്മൾ ഹിന്ദുക്കൾ എവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ലോകം മുഴുവൻ നമ്മൾ ഹനുമാന് വേണ്ടി അമ്പലം ഉണ്ടാക്കില്ല. അത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ. നരൻ മനുഷ്യനാണോ? അല്ല. നരനാണോ? അല്ല. കുരങ്ങാണോ? അല്ല. അതുകൊണ്ട് കുരങ്ങെന്ന് പറയരുത്, നരനാണ്, വാനരൻ. അതുകൊണ്ട് രാമന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ട്. അങ്ങ് ഋഷ്യമുഖാചലത്തിലാണ്. അവിടെ ബാലിക്ക് കയറാൻ പറ്റില്ല. അത് ചെറിയൊരു കേസ്. അത് പറയേണ്ട സമയം എനിക്കില്ലാത്തതുകൊണ്ടാണ്. ആ കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് സുഗ്രീവനായിട്ട് സന്ധി ഉടമ്പടി. സുഗ്രീവനോട് പറയുന്നു, നീ എന്താ ഇങ്ങനെ കരയുന്നത്? അത് എന്റെ ഭാര്യയെ എന്റെ ജ്യേഷ്ഠൻ അടിച്ചു കൊണ്ടുപോയി കളഞ്ഞു. എന്നിട്ട് ഭാര്യയെ കൊന്നിട്ട് ഭാര്യയുടെ ഭാര്യയെ സുഗ്രീവൻ അടിച്ചു മാറ്റി കളഞ്ഞു. എന്നിട്ട് സുഗ്രീവനെ കൊല്ലാതിരുന്നത് രാമൻ? നമ്മളോട് ഹിന്ദുക്കളോട് ചോദിക്കുന്ന ചോദ്യം. സുഗ്രീവന്റെ ഭാര്യയെ ബാലി സ്വന്തമാക്കിയത് ബലാത്കാരേണ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ബോഡിയിൽ സ്പർശിക്കുന്നത് അന്നും ഇന്നും ക്രൈമാണ്. ശരിയാണോ? ഒരു സ്ത്രീക്ക് പരിപൂർണ്ണ സമ്മതത്തോടു കൂടി അവരുടെ ശരീരത്തെ കൊടുക്കുവാൻ 21-12 വയസ്സ് പൂർത്തിയാൽ മതി. ഇപ്പൊ നിയമമാണല്ലോ അത്. ഇത് സമ്മതമില്ലാതെ നീ ചെയ്തു. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ നീ ബലാത്കാരേണ പ്രാപിക്കുകയും മനഭംഗം ചെയ്യുകയും അവളെ നീ ഭാര്യയാക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ മരണാർഹനാണെന്ന് ബാലിയെ ബോധിപ്പിച്ചു. ബാലിക്കും സംശയമില്ല, കൊന്ന രാമനും സംശയമില്ല. സംശയമൊക്കെ നമ്മുടെ ശില്പി വേണം, ശ്യാംകുമാർ, ഇവർക്കൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ബാലിയുടെ നിഗ്രഹത്തിന് ശേഷം കിഷ്കിന്ധയുടെ രാജാവായിട്ട് സുഗ്രീവൻ മാറി. സുഗ്രീവനോട് രാമന് കൊടുത്ത വാക്ക് വന്നു. ഒരു ദിവസം ലക്ഷ്മണൻ ബാണവുമായിട്ട് അങ്ങോട്ട് ചെന്നു. സുഗ്രീവനോട് പറയാണ്, നിന്റെ ജ്യേഷ്ഠനെ കൊന്ന ബാണം രാമന്റെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ ആ കാര്യം കത്തി. ചില വാക്കുകൾ കൊടുത്താലേ സംഭവം കത്തുള്ളൂ. കത്തിയപ്പോഴാണ് 4 ഭാഗത്തേക്കും ആളുകളെ അയക്കുന്നു.
അങ്ങനെ പല ഭാഗത്തേക്കും ആളുകളെ അയച്ച കൂട്ടത്തിലാണ് ലങ്കയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതോടുകൂടി കിഷ്കിന്ധകാണ്ഡം ധാരണയെ ഇനിയാണ് സുന്ദരകാണ്ഡം. സുന്ദരകാണ്ഡത്തിലെ സുന്ദരനാരാ? ഹനുമാനാണ്. ഹനുമാൻ ഇത്ര സൗന്ദര്യം ഉണ്ടോ? അതാണ്, നൈർമല്യമാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ 100 യോജന സാഗരം ചാടിക്കടന്ന് ഒരു മുദ്രമോതിരം സീതയെ കണ്ടെത്തി കൊടുത്ത് ഇയാൾ ഇങ്ങോട്ടും വരണം. ജാമ്പവാൻ എന്ന വൃദ്ധവാരന് സമ്മേളനം വിളിച്ചുകൂട്ടി, വാരന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി. വാരന്മാരൊക്കെ ഇരിക്കുന്നു. വാരന്മാരോട് സംസാരിച്ചപ്പോ പറഞ്ഞു 100 യോജന കടലുണ്ട്, ആര് ചാടും? ഒരുത്തം പറഞ്ഞു ഞാൻ 30 യോജന ചാടും, ഒരു കാര്യമില്ല. മറ്റൊരുത്തം പറഞ്ഞു ഞാൻ 50 യോജന ചാടും, എന്തിന്? നടുക്കടൽ വീണ് ഉപ്പുവെള്ളം കൂടി ചാവാനും. ഒരുത്തം പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചാടും. ഇതിന്റെ പേരാണ് ലൂസ് ടോക്ക്. സീരിയസ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ തമാശ പറയരുത്, മനസ്സിലായല്ലോ? അപ്പോഴാണ് ഒരാൾ അനങ്ങാതെ മാറി നിൽക്കുന്നു. വൃദ്ധമാനൻ അടുത്തെത്തി അയാളുടെ തോളിൽ കൈവച്ചിട്ട് അയാൾ ആഞ്ജനേയ എന്ന് വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആരാണ് എന്റെ പേര് മാറ്റി വിളിക്കുന്നത്? എന്റെ പേര് ഹനുമാൻ എന്നല്ലേ? അല്ല, നിന്റെ പേര് ആഞ്ജനേയ എന്നാണ്. എങ്ങനെ ഹനുമാനായി? ജമ്മാൻ പറയുകയാണ്, നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് രാവിലെ ഉദിച്ചു ഉയരുന്ന സൂര്യനെ കണ്ട് തുടുത്ത പഴമെന്ന് ധരിച്ച് അതിനെ വിഴുങ്ങുവാൻ വേണ്ടി നീ മുകളിലേക്ക് ചാടി. നിന്റെ വരവ് കണ്ട് ഭയന്നു പോയ സൂര്യൻ സഹായത്തിനായിട്ട് ഇന്ദ്രനെ വിളിച്ചു. ഇന്ദ്രൻ ആ വജ്രായുധം നിനക്ക് നേരെ പ്രയോഗിച്ചു. ആ വജ്രായുധം നിന്റെ ഹനു എന്ന താടിയിൽ തട്ടി, നീ താഴേക്ക് വീണു. നിന്റെ അച്ഛൻ വായു ഭഗവാൻ നിന്നെയും കൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു. എല്ലാവർക്കും ശ്വാസം മുട്ടി. സകല ദൈവങ്ങളും നിനക്ക് ചുറ്റും അണിനിരന്നു. എല്ലാ ദൈവങ്ങളും അവരുടെ ശക്തി സ്രോതസ്സിൽ നിന്ന് നിശ്ചിത ശതമാനം നിനക്ക് നൽകി. അതുകൊണ്ട് എല്ലാ ദൈവിക ഗുണങ്ങളുടെയും ശക്തി സ്രോതസ്സാണ് പൊന്നുമോനെ നീ, നിന്നെ കൊണ്ട് പറ്റും. ദാറ്റ് ഈസ് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. മക്കളെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്ത് കളയരുത്. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കാല് കഴിയ വെള്ളം കുടിക്കൂ. എന്താ കാര്യം? 50-ൽ നിങ്ങളല്ല കേട്ടോ, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. എന്റെ നാട്ടിലെ ചില അമ്മമാര് പറയും 50-ൽ 49 മാർക്കും മേടിച്ച് കുട്ടി വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ആ ഒന്നെവിടെ? 49-നെ കുറിച്ച് ചിന്തയില്ല. 50-ൽ എത്രയാ മാർക്ക്? 49. കിട്ടാതെ പോയ ഒന്നിനെ കുറിച്ച് ഓർത്ത് നോക്കിക്കുമ്പോൾ കിട്ടിയ 49-ൽ സന്തുഷ്ടരല്ല. ഇതാണ് മക്കൾ പൊതുവെ തകർന്നു പോകുന്നത്. ആലോചിച്ചു, അഭിനന്ദനങ്ങൾക്ക് അപ്പുറം മോളോട് ഏത് ചോദ്യത്തിന് ഉത്തരമായിട്ട് തെറ്റിപ്പോയെന്ന് വെച്ചാൽ കുട്ടി ഇങ്ങോട്ട് പറയാം, അമ്മയോട് തെറ്റു പറ്റിപ്പോയി, എനിക്ക് അറിയാമായിരുന്നു, അബദ്ധവശാൽ പറ്റി. അവിടുത്തെ കുട്ടിയെ കണ്ടുപിടിക്കുക. 50 അവന്റെ കാല് കഴിയ വെള്ളം കുടിക്കൂ എന്നൊക്കെയാണ് മക്കളോട് പറഞ്ഞത്. എങ്ങനെയാ മക്കൾ നന്നാവുക? അതുകൊണ്ട് നമുക്ക് പിന്നെ പറയാം അതൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ? നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഹനുമാനെ മോട്ടിവേറ്റ് ചെയ്തു. ഹനുമാൻ പിറകിലേക്ക് നടന്ന് ആകാശം മുട്ടെ വളർന്നു ഒറ്റ ചാട്ടാണ്. ഇപ്പൊ ഹനുമാൻ എവിടെയുള്ള? നമ്മുടെ ദക്ഷിണ സാഗരത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഹനുമാന്റെ ഒരു കയ്യിൽ ഗദയുണ്ട്, മറുകൈ ഇങ്ങനെ പിടിച്ചു പോകുന്ന ഹനുമാന് 3 പ്രതിസന്ധികൾ ഉണ്ടായി. ഒന്നാമത്തെ സുരസമാതാവ് വാ വളർന്നു വന്നു കയറിക്കോളെന്ന് പറഞ്ഞു. ഹനുമാൻ ശരീരം വലുതാക്കി, സുരസ വാ വലുതാക്കി. ഹനുമാൻ ശരീരം വലുതാക്കി, നടക്കുന്നില്ല. അപ്പോൾ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഹനുമാൻ ഇത്രയായി ഉള്ളിൽ കയറി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ രാമകാര്യത്തിന് പോവുകയാണ്, ഒന്ന് അനുഗ്രഹിച്ചേക്കണം, പിന്നെ മകനെ തിന്നാൻ പറ്റുമോ? ബുദ്ധി. വീണ്ടും പോകുമ്പോൾ ആരോ കാല് പിടിച്ച് വലിക്കുകയാണ്. താഴേക്ക് നിന്നു കൊടുത്തു. ഛായാഗ്രാഹിണി അടുത്ത് വന്നപ്പോൾ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു, അവളെ കൊന്നു കളഞ്ഞു. ശക്തി. വീണ്ടും കടന്നു പോകുമ്പോഴാണ് മൈനാകം പൊങ്ങി വരുന്നു. മൈനാകം വെൽബിഷറാണ്, അഭ്യുദയകാംക്ഷിയാണ്, വിശ്രമിച്ചു പോകാൻ പറഞ്ഞു. സ്നേഹം കൊടുത്തു. ശക്തിയും ബുദ്ധിയും സ്നേഹവും ഡെയിലി ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കണം നമ്മളെ പഠിപ്പിച്ചു ആര്? ഒറ്റച്ചാട്ടത്തിൽ ഹനുമാൻ. അപ്പൊ നമ്മുടെ മക്കൾ ഹനുമാന്മാരാകണമെങ്കിൽ നമ്മൾ ആരാകണം? നമ്മൾ ജാമ്പവാനാകണം. മനസ്സിലായല്ലോ? ജാമ്പവാൻ എങ്ങനെയാണ് ഹനുമാന്റെ ശക്തിയെ ഉണർത്തിയിട്ട് സാഗരത്തെ കടക്കുവാൻ പ്രാപ്തമാക്കി തീർന്നത്? തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയതിന്റെ ശക്തിയിൽ ആത്മവിശ്വാസമില്ലാതിരുന്ന ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്രോതസ്സിനെ ഉയർത്തി എങ്ങനെയാണ് ഈ സാഗരത്തെ 100 യോജന 1000 കിലോമീറ്റർ സാഗരത്തെ കടത്തിവിടുവാൻ പ്രാപ്തമാക്കിയിട്ട് സീതാദേവിയെ കണ്ടെത്തി മുദ്രമോതിരം കൊടുത്ത് ലങ്കക്കിട്ട് പണിയും കൊടുത്തിട്ടാണ് ആലോചിച്ചു വന്നത്. ഇതാണ് ദൂതൻ, ഒരു അന്തന്തര ദൂതനാണ്. അതോടുകൂടി സുന്ദരകാന്ഡം സമാപിച്ചു. 6ാമത്തെ കാണ്ഡമാണ് യുദ്ധകാന്ഡം. രാമന്റെ ഭാര്യയെ മോഹിച്ചതിന്റെ പേരിൽ രാവണാദികൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. 12 മാസക്കാലം സീതയുടെ അസാന്നിധ്യത്തിൽ ദുഃഖിതനായ രാമൻ സീതയെ കണ്ടെത്തി. രാവണനെയും കുംഭകർണനെയും എല്ലാം നിഗ്രഹിച്ച് ആ കുടുംബത്തിലെ ധർമ്മിഷ്ഠനായ വിഭീഷണന്റെ കയ്യിൽ അധികാരത്തെ ഏൽപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, സ്വർണ്ണമയൂര ലങ്ക നമുക്കുള്ളതല്ലേ? ആ സമയത്ത് രാമൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്തായിരുന്നു? ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗിരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരമാണെന്ന് പറഞ്ഞ് ഓടിവരുന്ന സീതയോട് പറയുന്നു, അവിടെ നിൽക്കൂ,
ഈ കൂട്ടത്തിൽ ആരും എന്നെ സ്വീകരിച്ചാലും ഞാൻ തന്നെ സ്വീകരിക്കില്ല. ലക്ഷ്മണൻ ആളിക്കത്തിക്കുന്ന തീ ആളിക്കത്തിക്കുന്നു, അതിലൂടെ നടന്നു വരുന്നു. അതിനുശേഷം സീതയെ മാറോട് പിടിച്ചിട്ട് പറയുന്നു, സീതയെ നിന്നെ അഗ്നി പോലും തൊടുവാൻ ധൈര്യപ്പെടുന്നില്ല. നീ ഇവിടുത്തെ കടന്നു വരുമ്പോൾ രാജകുമാരന്റെ ഭാര്യയെ നോക്കിയിട്ട് സമൂഹം ചിരിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ 12 മാസം താമസിച്ച സ്ത്രീ കടന്നു വരുമ്പോൾ മറ്റു സ്ത്രീകൾക്ക് കൊടുക്കുന്ന അതേ പരിഗണനയും അവഹേളനമായിരുന്നു നിനക്ക് കിട്ടിയെങ്കിൽ ഇപ്പൊ നോക്കൂ, അഗ്നിപ്രവേശം കഴിഞ്ഞ് മടങ്ങി വന്ന സീതയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു കിടക്കുന്ന വാനരപ്പടയും രാക്ഷസപ്പടയും ആര് കാണുന്നു? സീത കാണുന്നപ്പോ രാജാവിന്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയായിരിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിഭീഷൺ രാജാവാക്കി പുഷ്പക വിമാനത്തിൽ അവർ തിരിച്ച് അയോധ്യയിൽ എത്തുന്നതോടുകൂടി യുദ്ധകാന്ഡം അവസാനിച്ചു. ഉത്തരകാന്ഡം വളരെ സങ്കടകരമാണ്. ഒരു ദിവസം ഭദ്രൻ എന്ന് പറഞ്ഞ് ചാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനിന്നൊരു വാർത്ത കേട്ടു, ഞാനൊരു അലക്കുകാരന്റെ വീട്ടിൽ കലഹമുണ്ടായപ്പോ അവിടെ ചെന്നു. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, കലഹം പരിഹരിക്കാൻ നമുക്ക് രാമനോട് ഉപദേശങ്ങൾ തേടാം. അപ്പോൾ അലക്കാരൻ പറയുകയാണ്, 12 മാസം രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച സീതയെ നാണമില്ലാതെ വിളിച്ചു കൊണ്ടുവന്ന രാമനോട് 15 ദിവസം വീട്ടിൽ പോയതിന്റെ പ്രോബ്ലത്തിലാണ് ഭാര്യയായിട്ട് കലഹിക്കുന്നത്. എന്റെ ഭാര്യയെ കുറിച്ച് അഭിപ്രായം ചോദിക്കണ്ട എന്നാര് പറഞ്ഞു? അപ്പോൾ പ്രജകൾ എന്ത് പറഞ്ഞു? ഭദ്ര, പ്രജകൾ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. രാജാവിന്റെ ഭാര്യയെ കുറിച്ച് പ്രജകൾക്ക് സംശയമോ? യഥാ രാജ തഥാ പ്രജ. പ്രിയമുള്ളവരെ, ഉത്തരകാണ്ഡം വായിക്കുക. അന്ന് രാത്രി രാമന്റെ ഉള്ളിലെ ഭർത്താവും രാമന്റെ രാജാവും തമ്മിലൊരു സംഘർഷമുണ്ട്. രാമൻ എന്ന ഭർത്താവ് പറയുന്നു, നിറഗർഭിണിയാണ് എന്റെ ഭാര്യ, 7 മാസം ഗർഭിണിയാണ്, ഇവളെ ഞാനങ്ങനെ കാട്ടിലയക്കും. രാമ, നീ കേവലം ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്നുവോ? ഭാര്യ, മക്കൾ, അമ്മാവൻ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു രാജാവ് സകല ബന്ധങ്ങൾക്കും അതീതനായിരിക്കണം. രാജാവിന് തെറ്റുപറ്റിയാൽ സമൂഹത്തിന് തെറ്റും പറ്റും. രാജാവ് രാജാവിന്റെ ഭാര്യയെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി അന്തപുരത്തിൽ തന്നെ കാത്തുരക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ നാട്ടിലെ ഓരോ പ്രജയും ധിക്കാരം തുടങ്ങുവാൻ കാരണഭൂതമാകും. അതുകൊണ്ട് സകല ബന്ധങ്ങൾക്കും അതീതമാണ് രാജധർമ്മം. അന്ന് രാത്രിയാണ് രാജധർമ്മവും ഭർത്തധർമ്മത്തെയും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ഒടുവിൽ സീതാദേവിയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുവാൻ ആരോട് പറയുന്നു? ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ സീതയെ അവിടെ കൊണ്ടുവന്നാക്കുന്നു. സീതയ്ക്ക് അവിടെ വെച്ച് 2 മക്കൾ ലവകുശന്മാർ ജനിക്കുന്നു. മക്കളെ വാൽമീകി മഹർഷി രാമായണം പഠിപ്പിക്കുന്നു. രാമായണ കാവ്യവുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച മക്കൾ അയോധ്യയിലും വന്ന് രാമായണം പാടുന്നു. അച്ഛൻ അറിയുന്നില്ല ഇത് മക്കളാണെന്ന്, മക്കൾ അറിയുന്നില്ല ഇത് അച്ഛനാണെന്ന്. ഒരു രാജസൂയ യാഗം നടത്തുന്ന സമയത്ത് ആ കുതിരകളെ ലവനും കുശനും പിടിച്ചു കെട്ടുന്നു. അങ്ങനെ അച്ഛനും മക്കളും യുദ്ധഭൂമിയിൽ മുഖാമുഖം വരുമ്പോൾ അവിടെ ലക്ഷ്മി എന്ന പേരിൽ താമസിക്കുന്ന സീതാദേവി അവിടത്തേക്ക് വരികയും അവിടെ വെച്ചിട്ട് ആ കുടുംബം സമാഗമം നടത്തുകയും മക്കളെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഭൂമിദേവിയുടെ മകളായ സീത തന്റെ കർമ്മപദം അവസാനിപ്പിച്ച് ഭൂമിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഭൂമി പിളർന്ന് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുപോയി. മക്കളെയും കൊണ്ട് രാമൻ അയോധ്യയിൽ പോയി യഥാകാലം അസ്ത്രശസ്ത്ര വേദ പഠനമെല്ലാം നടത്തി മക്കളെ യുവരാജാക്കന്മാരായി വാഴിച്ച് കർമ്മമെല്ലാം അവസാനിച്ച രാമൻ പാലാഴി എന്ന് പറയുന്ന മഹാസാഗരത്തിലേക്ക് കടന്നു ചെന്ന് വിഷ്ണുവിൽ അഭയം പ്രാപിച്ചതോടുകൂടി ആ വിഷ്ണു സ്വരൂപൻ 7ാമത്തെ അവതാരമായി ധർമ്മ സംരക്ഷണത്തിന് ഭൂമിയിലേക്ക് വന്ന ആ മഹാന്റെ ജീവിതം, മഹാത്മാവിന്റെ ജീവിതം അവിടെ പര്യവസാനിക്കുന്നതോടുകൂടി രാമായണം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കും.